ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് FMSൻ്റെ പുതിയ മോഡൽ കാർസ്, യെസ് ഗൈസ്, അതായത് ക്യാമൽ ട്രോഫി എഡിഷൻ ആണ്. 1/24 സ്കെയിലിൽ വരുന്ന FMSൻ്റെ ന്യൂ റിലീസ് വണ്ടികളാണ് ഇരിക്കുന്നത്. ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതെ, 3 ടൈപ്പാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഒരെണ്ണം മിസ്സിങ് ഉണ്ട്, പക്ഷേ ഞാനത് ഏതാണെന്ന് പറഞ്ഞുതരാം. വണ്ടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. ഭയങ്കര സ്കെയിൽ ലുക്കാണ്. നമ്മൾ ഈ ഫോട്ടോയിലൊന്നും കാണുന്ന പോലെ ഒന്നും അല്ല ഈ ഐറ്റം. ഭയങ്കര രസമാണ്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡിസ്കവറി. ഈ ഡിസ്കവറിക്ക് ഭയങ്കര ഷേപ്പും ഭയങ്കര ഡീറ്റെയിൽ ആണ് ഗൈസ്. ഒരു രക്ഷയില്ല. ലാൻഡ് റോവറിൻ്റെ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ സ്കെയിൽ ആ ഒരു ലുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ 3 മോഡലാണ് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഇത് ഏതാന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, യെസ്, ഡിഫൻഡർ. ഓക്കെ, നമുക്കപ്പോൾ ഡിഫൻഡർ ഓപ്പൺ ചെയ്യാം ഗൈസ്. എങ്ങനെയുണ്ട് നമ്മുടെ ഡിഫൻഡർ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു തെർമോക്കോൾ ഫോം ബോക്സ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച ശരിക്കും നമ്മുടെ ജിംനിയുടെയൊക്കെ സൈസ് ഉണ്ടാവുന്നതാണ്, പക്ഷേ ജിംനിയുടെ ഒന്നും സൈസ് ഇല്ല. യെസ് ഗൈസ്, ഓൾ സെറ്റ്. നമുക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഐറ്റം. എങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടോ? ഡിഫൻഡർ 90, അതായത് 90 സൈസ്, 3 ഡോർ. ഇതാണ് സംഭവം. ലാൻഡ് റോവർ ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടോ ബാക്ക് സൈഡിൽ? ഭയങ്കര രസമല്ലേ, അടിപൊളി. അതുപോലെ ഒരു ക്യാരിയറും, പിന്നെ ആ ഒരു ക്യാമൽ ട്രോഫി എഡിഷൻ എങ്ങനെയാണോ വരുന്നത് അതുപോലെ ഒക്കെ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ക്യാമൽ ട്രോഫി സ്റ്റിക്കേഴ്സും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടോ, ആ ഒരു ഡാഷ്ബോർഡും സ്റ്റിയറിങ്ങും ഉള്ളിലെ സീറ്റും കാര്യങ്ങളെല്ലാം അടിപൊളി, കൊള്ളാം. പിന്നെ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ, പിന്നെ വീലടിക്കാനുള്ള ടൂള് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ റിമോട്ട്, ഈ കാണുന്നതാണ് റിമോട്ട് ഗൈസ്. പിന്നെ ഇവിടെ എൽക്കി ടൂൾ വരുന്നുണ്ട്, പിന്നെ ഒരു ഗിയർ വരുന്നുണ്ട്, മെറ്റൽ ഗിയർ ഉണ്ടോ. പിന്നെ ബാക്കിൽ നമ്മുടെ സ്റ്റെപ്പിന് ടയർ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ അത് ഫിക്സ് ചെയ്യാനുള്ള ടൂൾസും സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരെണ്ണം, ഒരു മോഡൽ. ഇതാണ് നമ്മുടെ ഡിഫൻഡർ. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് പറയാനോ കേട്ടോ. ഞാനപ്പോൾ ഇതും പിന്നെ ബാക്കി 2 കൂടി അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. 2 ബോക്സും ഓപ്പൺ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഏതാന്ന് നോക്കാം. യെസ്, റേഞ്ച് റോവർ ഗൈസ്. ഈ റേഞ്ച് റോവർ അത്യാവശ്യം നല്ല സ്കെയിൽ ലുക്ക് തന്നെ കേട്ടോ, കൊള്ളാം. മറ്റേ മോഡൽ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇതാണ്. ഇത് 4 വീൽ ഡ്രൈവ് ആണ്, 2 സ്പീഡ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. ഇതൊക്കെ കൊള്ളാമല്ലേ? മുകളിൽ 2 സ്റ്റെപ്പിനെയും സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇത് നമുക്ക് ഇനിയും മോഡിഫൈ ചെയ്യാം. കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ലൈറ്റ്സ് ഒന്നും വർക്കിംഗ് അല്ലോ. ഈ താഴെ കാണുന്ന ഇതൊക്കെ നമുക്ക് ലൈറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു വണ്ടി ലൈറ്റ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതേ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റം ലൈറ്റ് കയറ്റിയതാണ്. അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. റിവേഴ്സ് ലൈറ്റോ അല്ലെങ്കിൽ റിവേഴ്സ് ലൈറ്റ് വർക്ക് ചെയ്യില്ല, ബ്രേക്ക് ലൈറ്റും ആ ഭാഗത്തൊന്നും ലൈറ്റ്സ് ഒന്നും ഉണ്ടായില്ല. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്യുന്നത്. ആകെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ 2 ഹെഡ്ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊരെണ്ണം. ഇനി ഇതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് മോഡൽ. ഇതുണ്ടല്ലോ, എന്ത് ലുക്കാണെന്നറിയ സാധനം. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്കെയില്. കണ്ടോ, ബാക്കിയുള്ളതിനേക്കാളും ഭയങ്കര ലുക്ക്. അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം കണ്ടോ, വീഡിയോസിലൊക്കെ ഭയങ്കര രസമായിരിക്കും. ഞാൻ നോക്കുക, ഇതിൻ്റെ സൈസ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ജിമ്മിനായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ജിമ്മിനിയും ഇതിൻ്റെ സൈസ് എന്തോരം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. നമ്മുടെ ജിമ്മിനി ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഗൈസ് നോക്കിക്കോ, കണ്ടോ, ഇത്രയും സൈസ് ഡിഫറൻസ് നോക്ക്. അപ്പോൾ ഇത്രയും സൈസാണ് നമ്മുടെ ഇതിൻ്റെ. ഇത് 1/12ഉം ഇത് 1/24ഉമാണ്. സോ അത്രയും ഡിഫറൻസ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച ജിംനിയുടെ ഒക്കെ സൈസ് ഉണ്ടാവുന്നതാണ്, പക്ഷേ അല്ല. പക്ഷേ സംഭവം ക്യൂട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സംഭവം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജിംനി ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോയിട്ട് ഓഫ് റോഡൊക്കെ ചെയ്ത് ഇതൊക്കെ സെറ്റ് ചെയ്യണം, എല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെക്കണം. ഗൈസ്, പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ട്രീ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. പക്ഷേ ഈ ട്രീ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇത്
ഫോൾഡബിൾ ടൈപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ട്രീ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രീ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ പുത്തൻ ട്രീ നോക്കൂ, കണ്ടോ? ഇതാണ് നമ്മുടെ പുതിയ ട്രീ. ഇതെങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഇത് വേറൊരു ഫീലുണ്ട്, വേറൊരു മൂഡുണ്ട് ഈ സാധനം. നമ്മൾ ചുറ്റിനും ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ട്രെയിൻ ട്രാക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ പുത്തൻ ട്രീ വന്നു ഗൈസ്. അതുപോലെ പുതിയ മെഷീൻസും ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ 3 മോഡൽസാണ് നമുക്കിപ്പോൾ ഉള്ളത്. പിന്നെ ഞാൻ 4ാമത്തെ ഒരു മോഡൽ പറഞ്ഞല്ലോ. 4ാമത്തെ മോഡൽ നമ്മുടെ ഡിഫൻഡറിൻ്റെ തന്നെ 5 ഡോർ ആണ്. ഇത് നോക്കൂ, ഇത് കണ്ടോ? ഈ ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ നമ്മൾ എടുത്തിട്ടില്ല. സോ നമ്മുടെ കയ്യിലുള്ളത് ഈ 3 എണ്ണമാണ്. ഭയങ്കര രസമാണ്. അതായത് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 17,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു 2-3 പേർക്ക് ആൾക്കാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോറസ്റ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ലൊരു വാഗമണ്ണൊക്കെ പോയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ ഭയങ്കര മൂടായിരിക്കും സത്യം പറഞ്ഞാൽ. എന്തായാലും ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. എന്താണ് ഇവൻ്റെ വൈബ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് ഇത് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, സോ ഗൈസ് നമുക്കിവനെ ബാറ്ററി ആയിട്ട് ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാം. ഈ ബോഡി ഇങ്ങനെ മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതൊരു സ്ട്രാപ്പാണ് കണ്ടോ, മറ്റേ വാൽക്രോ. ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ വേറെ ക്ലിപ്പോ കാര്യങ്ങളൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. നമ്മളിപ്പോൾ സ്റ്റെപ്പിനെയും ഇതൊന്നും വെക്കുന്നൊന്നുമില്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ബാറ്ററി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ഓൺ ചെയ്ത് ബാറ്ററിയൊക്കെ ഇട്ട് റിമോട്ടിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം ഗൈസ്. എങ്ങനെയുണ്ട് ഇവൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം ഗൈസേ. റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കാർ ഓൺ ചെയ്തിട്ടുണ്ട്. നോക്കിയോ, സെർവോൻ്റെ സ്പീഡൊക്കെ കണ്ടോ, അടിപൊളി. ഇത് ലോ ഗിയർ കേട്ടോ, കണ്ടോ? ലോ ഗിയറിൽ മാക്സിമം ഇതിൻ്റെ സ്പീഡ് ഇതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ടോപ്പ് സ്പീഡും ഇതിൻ്റെ ലോ ഗിയറിലുള്ള സ്പീഡും കാണിച്ചു തരാം. നോക്കിയോ, ഇത് ലോ ഗിയർ. ഓക്കെ, ഇനി ഗൈസ് ഇത് ന്യൂട്രൽ കണ്ടോ? ന്യൂട്രലൊക്കെ നമുക്ക് ഇട്ട് വെക്കാം, നമ്മുടെ വലിയ വണ്ടികളൊക്കെ ഇട്ട് വെക്കുന്ന പോലെ. ഊർന്നിറങ്ങിപ്പോട്ടോ, പക്ഷേ ഊർന്നിറങ്ങിപ്പോവും കണ്ടോ? ഇറക്കത്തൊക്കെയാണെങ്കിൽ ഊർന്നിറങ്ങിപ്പോവും ന്യൂട്രലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. സോ ഇനി നമുക്ക് ഹൈ സ്പീഡ് ഇടാം. ലോൻ്റെ സ്പീഡ് കണ്ടല്ലോ, ഇതായിരുന്നു. ഇനി നമുക്കിതേ ഹൈ സ്പീഡ് ഇടാം. കണ്ടോ, പവർ ഉണ്ടോ? പവർ. ഓ, ചെൻ്റെ മോനിത് എന്താ? ഇത് ജെറ്റ്. പൊളി. ഇതാണ് ഇതിൻ്റെ ഹൈ സ്പീഡ്. ഓക്കെ, ഹൈ സ്പീഡിലൊക്കെ ഇട്ട് സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുത്ത് മൂടായിരിക്കും. ഇത് നമ്മുടെ ഓഫ് റോഡിങ് ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇവനെ കൊണ്ട് പുറത്തു പോയിട്ട് കുറച്ച് ഓഫ് റോഡിങ് നടത്താം. പിന്നെ അതുപോലെ ഇതിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്, ഇത് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ്, ഈ ബൈൻ ബട്ടൺ കണ്ടോ? ഈ ബൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. നോക്ക്, ഇത് കണ്ടോ? നല്ല രസമല്ലേ? ഒരു പഴയ വണ്ടിയുടെ ഒരു ലുക്ക്. ഈ നമ്മുടെ RC കാർ ഇതുവഴി കയറാൻ കുറച്ച് ടാസ്ക് ഉണ്ട്, പക്ഷെ നമ്മൾ കൊണ്ടുപോയിരിക്കും. നോക്കിക്കോ, യെസ്, കയറി ഗൈസ്.
4 വീൽ ഡ്രൈവ് ആണ് ഐറ്റം. 2 സ്പീഡ് ട്രാൻസ്മിഷൻ ഉണ്ട്, കൂടാണ്ട് ന്യൂട്രലുണ്ട് ഗൈസ്. പിന്നെ അതെ ഈ ഫ്രെയിമിൻ്റെ ഇതൊക്കെ വന്നിരിക്കുന്ന മെറ്റലാട്ടോ. ഓക്കെ, അപ്പോൾ ചാസിൻ്റെ ഫ്രെയിമൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അതെ ലൈറ്റ്സ് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ ആ വണ്ടി നമ്മൾ എക്സ്ട്രാ ലൈറ്റ് ചെയ്തതാണ്, അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ വീൽസ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഈ ഒരു ക്യാമൽ ഒരു ഡിസൈൻ, ഈ ഒരു വീലൊക്കെ തന്നെ അടിപൊളി. 4 വീൽ ഡ്രൈവ് ആണ് ഐറ്റം. ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, നമ്മുടെ 1/10 സ്കെയിൽ വണ്ടി എങ്ങനെയാണോ അതിൻ്റെ സെയിം കുഞ്ഞ് ചെറിയ വണ്ടി, നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. സോ ഒരു 17,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല വെർത്തായിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ FMS ഇറക്കിയിരിക്കുന്നത് ഗൈസ്. കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വാങ്ങാൻ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ RC മോട്ടോർസിൻ്റെ വെബ്സൈറ്റിൽ പോകാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ 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 ബൈ.